പക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് പിന്നാലെ ജലസേചന വകുപ്പിന്റെ ഉത്തരവ് പിൻവലിച്ച് അപൂർവ നടപടിയുമായി സർക്കാർ. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലെ നിർമ്മാണങ്ങൾക്ക് എൻഒസി ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു. ഉത്തരവിന്റെ ബലത്തിൽ ഇറിഗേഷൻ വകുപ്പിൽ ഉദ്യോഗസ്ഥർ കൊലവിളി ആരംഭിച്ചിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ് ആരോപിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത് ആശങ്ക പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 26/12/2024 ജലസേചന വകുപ്പ് ഇറക്കിയ ഉത്തരവായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് ആധാരം. അണക്കെട്ടുകളുടെ ജലനിരപ്പിൽ നിന്ന് കരയുടെ ഭാഗത്തേക്ക് 20 മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചു. ഇതിന് പുറത്തുള്ള 100 മീറ്റർ ചുറ്റളവിലെ നിർമ്മാണത്തിന് ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എൻഒസി നിർബന്ധമാക്കി. ഇതോടെ പഴശ്ശി ഡാമിന്റെ ബഫർ പ്രദേശങ്ങളിൽ വീട് വെച്ചവർക്ക് കെട്ടിട നമ്പരും പെർമിറ്റും കിട്ടുന്നില്ല. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു മോൻസ് ജോസഫ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. ആശങ്ക പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സദുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് ആ കാര്യത്തിൽ മാറ്റം വരുത്തുന്നു. ഉചിതമായ തീരുമാനം കൂടിയാലോചിച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്തതും വിധത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഡാമുകളെ സംരക്ഷിക്കാനും ഉതകുന്ന വിധത്തിൽ നമുക്ക് രൂപപ്പെടുത്താം. അടിയന്തര പ്രമേയ നോട്ടീസിന് പിന്നാലെ സർക്കാരിന്റെ ഒരു ഉത്തരവ് പിൻവലിക്കുന്നത് സഭയിൽ അപൂർവമാണ്. ജലസേന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മോൻസ് ജോസഫ് ആരോപിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ്. സാർ, അതാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ട വിഷയം. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏത് കാര്യത്തിലും ഇപ്പോൾ എൻഒസിക്ക് പോകണം. എൻഒസിക്ക് MLA-മാരുടെ ആയാലും ഏത് NOC-യൊക്കെ ആവശ്യമുള്ളത് നടക്കട്ടെ. എങ്കിലും ഇതിനൊക്കെ വേണ്ടി നടത്തി കഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഇതുവരെ ഇല്ലാത്ത പ്രശ്നമാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഉത്തരവ് പിൻവലിക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയില്ല. മീഡിയ 1 തിരുവനന്തപുരം.